ഒരുപക്ഷെ അയാൾ പറഞ്ഞതുപോലെ ഉറക്കം വരാൻ വേണ്ടി ആവണം അത് കഴിച്ചത്. അയാളുടെ ഭാര്യയാണോ കൂടെയുള്ളത്? അതെ ഡോക്ടർ. ഒരു ഫാമിലി കൗൺസിലിംഗ് വളരെ അത്യാവശ്യമാണ്. എത്രയും പെട്ടെന്ന് അവരെ രണ്ടുപേരെയും ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണിക്കണം. അയാളുടെ ഉള്ളിലെ ഭാരം ഇനി അയാൾക്ക് ഒറ്റയ്ക്ക് താങ്ങാൻ പറ്റില്ല. അത് സോൾവ് ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ ചിലപ്പോ അയാൾ ഇനി ഇത് ആവർത്തിച്ചെന്ന് വരും. ശരി ഡോക്ടർ, എത്രയും പെട്ടെന്ന് ചെയ്യാം. തൽക്കാലം വേറെ പ്രോബ്ലം ഒന്നുമില്ല. കുറച്ച് സമയം കഴിഞ്ഞിട്ട് പോകാം. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ശരി, ഓക്കെ. വക്കീല് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഗൂഗിൾ സാറുമായിട്ട് സംസാരിച്ചു. ഈ കേസുമായിട്ട് മുന്നോട്ടില്ലെന്നാ സാറ് പറയുന്നത്. വക്കീലെ, കേസ് കൊടുത്തത് നമ്മളല്ലേ? അപ്പൊ അതുമായിട്ട് മുന്നോട്ട് പോണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ മാത്രമാ. സാർ ഉദ്ദേശിച്ചത് കോടതിക്ക് പുറത്തു വെച്ച് ഈ കേസ് തീർക്കുന്നതിനെ കുറിച്ചായിരിക്കും. അയാളുടെ പിടിവാശിയല്ലേ ഇതിവിടെ വരെ എത്തിച്ചത്. ഇനി കോടതി തീരുമാനിക്കട്ടെ. എനിക്ക് തോന്നുന്നത് അർച്ചനയെ സച്ചിക്ക് തിരിച്ചേൽപ്പിക്കാനുള്ള തീരുമാനം ഗൂഗിൾ സാർ എടുത്തു കഴിഞ്ഞു എന്നാ. അയാൾ വക്കീലിനോട് അങ്ങനെ പറഞ്ഞോ? അങ്ങനെ തുറന്നു പറഞ്ഞൊന്നുമില്ല. പക്ഷേ കേസുമായി മുന്നോട്ടില്ലെന്ന് പറഞ്ഞാ പിന്നെ എന്താ അർത്ഥം? ഈ കേസ് തീരണമെങ്കിൽ സച്ചിക്ക് അർച്ചനയെ തിരിച്ചെണ്ണല്ലേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ആ കാര്യം നമ്മളോട് തുറന്നു പറയട്ടെ. അതുവരെ ഈ കേസ് പിൻവലിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കേ വേണ്ട. എത്രയും പെട്ടെന്ന് ഈ കേസ് തീർക്കുന്നതിനെ കുറിച്ചാണ് ഞാനും ആലോചിക്കുന്നത്. എനിക്കും ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്ത് കാര്യം? ഇവിടെ നിന്നുള്ള ഒരു മാറ്റത്തെക്കുറിച്ചാ ഞാനും ഇപ്പൊ ആലോചിക്കുന്നത്. തൽക്കാലം ഓഫീസ് അടച്ചിടാം, എന്നിട്ട് എങ്ങോട്ടെങ്കിലും പോവാ. എങ്ങോട്ടെങ്കിലും പോവാനോ? വക്കീൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇനി ഒന്നും ചെയ്യാനില്ല എന്നൊരു തോന്നല്. അല്ല, സച്ചി അർച്ചനെ ഒരുമിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്റെ ജോലി അവസാനിച്ചല്ലോ. അപ്പോ മറ്റു കേസുകളോ?